ഹായ് വെൽക്കം എവരിവൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ ഏത് വീഡിയോ സ്പെഷ്യൽ അല്ലാത്തത്? നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ മാത്രമല്ല എല്ലാം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്തുകൊണ്ട് സ്പെഷ്യലായി? ഞാൻ ഇന്ന് നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞ് സജസ്റ്റ് ചെയ്തായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മളെ സബ് ചെയ്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അത് കാണാൻ പറ്റും. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുന്നു, എൻട്രി ഇട്ടുവാണ് എൻട്രി എടുക്കുന്നു. ആ ഒരു സ്റ്റോക്ക് സജഷൻ, അതൊരു സജഷൻ മാത്രം, അതൊരു ബൈക്കോളോ അങ്ങനത്തെ കാര്യമെന്ന് പറയും. നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ലൊരു എൻട്രി കിട്ടിയിട്ടുള്ളവർ ഒരു എൻട്രി എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തെ വിലയോ സംഭവമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഓൾറെഡി ആ ട്രേഡിംഗ് വ്യൂവിൽ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാടി കയറി വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു എൻട്രി മുകളിലോട്ട് പോയിട്ട് നല്ലൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. താഴോട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാലോ? സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് റൂൾ എന്തുവാ? സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ആ സ്റ്റോക്ക് നമ്മുടെ അല്ല, അത് വിറ്റ് കളയുക. നിങ്ങളുടെ ലോസിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത ലോസ് ഉണ്ടല്ലോ, അതിനെക്കാട്ടി ട്രയൽ ചെയ്ത് കൊണ്ടുപോകും. അല്ലാതെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് നിങ്ങളുടെ അല്ല. കാരണം നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് വീണ്ടും 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 പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. എല്ലാ നല്ല ട്രേഡർമാരും അങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നിങ്ങൾ വിചാരിച്ച പോലെ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഒരു 699 രൂപയിലോട്ട് താന്നിട്ടുണ്ട്. 698 തൊട്ട് മുമ്പ്. ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു ബിക്കാജി ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ സബ് ചെയ്തേക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷെയർ ചെയ്തത് എന്തിനാണ്? നമ്മുടെ ഫാമിലി വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടിയാൽ എപ്പോൾ വേണം നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാം. അതിന് ഫുൾ ഫ്രീഡം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും പാലിക്കണം. അപ്പോൾ ഈ ഒരു ഈ ഒരു ചാർട്ടിൻ്റെ എൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ചാർട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് നോക്കാം. ഈ ബിക്കാജി ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമാണ്. എല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടും. നിങ്ങൾക്കത് അറിയാം. അതാണ്ട് ഒരു 2022 ലാസ്റ്റ് മുതലൊക്കെ തുടങ്ങിയ ഒരു ചാർട്ടാണ്. പിന്നെ ഇപ്പോൾ വരെയുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് എങ്ങനെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ വരയ്ക്കുന്നു. സിമ്പിളല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതാണ്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ്ട് ഇവിടെ നമുക്ക് മുകളിലൊരു റെസിസ്റ്റൻസ് വരയ്ക്കാം. റെസിസ്റ്റൻസ് നമുക്ക് വേണം വേറൊരു കളർ നമുക്ക് കൊടുക്കാം, റെഡ് കളർ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് ആ ഒരു ലാസ്റ്റ് ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ പലപ്പോഴും ഇതൊരു ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്തൊരു നടന്നിട്ടില്ല. കാരണം നമുക്കൊരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണാം അത് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പല റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് അതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ട്. ക്യാൻഡിൽ, ഈ ബ്രേക്ക് അയക്കുന്ന ക്യാൻഡിൽ വലിയ കുഴപ്പമില്ലാത്ത ക്യാൻഡിലാണ്. പിന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റാണ് ഈ ഒരു ചാർട്ട് തുടങ്ങിയപ്പോൾ മുതലൊരു മുകളിലോട്ടൊരു മൂവ്മെൻറ്റാണ്. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ചാർട്ട് വര പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ശരിയല്ലേ? ഈസി ആയിട്ട് മനസ്സിലാവുന്നില്ലേ? അപ്പം ഇനിയുള്ള മൂവ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും നടക്കുന്നത്? ഒന്നുകിൽ ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഒന്ന് താഴെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ തട്ടി കളിച്ചിട്ടിങ്ങനെ ഒന്നുകിൽ ചിലപ്പോൾ മുകളിലോട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് പോവാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ഫോൾ ആയിരിക്കും താഴോട്ട്. പിന്നെ ചില ചാർട്ടിൽ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പോലും എടുക്കാതെ മുകളിലോട്ടൊരു പോക്ക് പോകാം. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നാൽ ഇപ്പോൾ ഒരു റീടെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു നിലവിലൊരു റീടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റീടെസ്റ്റോടെ കൺഫേം ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഈ അപ് ട്രെൻഡ് പോട്ടി മുകളിലത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് അതെടുക്കും. അപ്പം നമുക്കത് എന്താണെന്നുള്ള കാര്യം നമുക്കത് കണ്ടറിയാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് ഒന്ന് പോയി നമുക്കൊന്ന് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 അവർ നമുക്ക് എടുത്ത് നോക്കാം. ഒരു 2 അവർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാം ഇവിടെ ചെറിയൊരു റീടെസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ടത് നല്ലൊരു മുകളിലോട്ട് പോകും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയ നമുക്ക് കാണാം ഒരു റെസിസ്റ്റൻസ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ലോജിക്കലായിട്ടുള്ളൊരു എൻട്രി എടുത്ത് നോക്കുക. എൻട്രി നിങ്ങൾക്ക് വ്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് അവിടെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ, കയറിയേ പറ്റത്തുള്ളൂ, ഇത് മിസ്സായി പോയാലോ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വേണ്ട. കിട്ടിയാൽ കിട്ടി, മനസ്സിലായി. ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ അനേകം ചാർട്ടുകൾ ഒരുപാട് വരും. നിങ്ങളൊരു എൻട്രി, നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുക, ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയും, ഇവിടെ ഞാൻ കയറി ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ താഴെ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ഞാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ നമുക്കത് വെക്കാം. അത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വിറ്റ് കളയുക. മനസ്സിലായല്ലോ? നമ്മുടെ ഒരു വ്യൂവിന് ഓപ്പോസിറ്റായിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭാവിയിൽ ഒരിക്കലും നല്ലൊരു ട്രേഡിങ് നമുക്ക് പഠിക്കാൻ പറ്റും, നല്ലൊരു ട്രേഡർ ആകത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. മനസ്സിലായോ? ഏത് ചാർട്ട് എടുത്താലും മുകളിലോട്ട് പോകും അല്ലെങ്കിൽ താഴോട്ട് പോകും. നമ്മുടെ ഒരു പ്രോബിലിറ്റി, നമ്മുടെ വ്യൂ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ പറയാം, ലോകത്തുള്ള എല്ലാ നല്ല ട്രേഡർമാരും നല്ല ട്രേഡർ ആയത് എങ്ങനെ? മോശം ട്രേഡറിനെക്കാട്ടി വേറെന്തോ ഒരു ക്വാളിറ്റി അവർക്കില്ല. ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ സൈക്കോളജി, അവരുടെ റിസ്ക് മാനേജ്മെൻറ്റും മാത്രമാണ്. അവർ ക്ഷമിച്ചിരുന്ന് അത്രയും കാലം വെയിറ്റ് ചെയ്ത് അവർ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ്.
നമുക്കും അതാകാൻ പറ്റും. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. പഠിക്കാനുള്ളൊരു മൈൻഡ് ക്ഷമ കാണിച്ചാൽ മാത്രം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ചാർട്ടൊക്കെ ഒന്ന് നോക്കുക, നിങ്ങളൊന്ന് വരച്ചൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈം ഫ്രെയിമിൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക. വാങ്ങിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയാലൊന്ന് കമൻറ്റ് ഇടുക, എത്ര കറണ്ട് മാർക്കറ്റ് പ്രൈസ്, പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ ഇടുക. സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് ഇടുക. സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മോശം സ്വഭാവമൊന്നുമല്ല, വളരെ നല്ല സ്വഭാവമാണ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.